സ്വദേശിയായ മഹാലിംഗനാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ബന്ധുക്കളെ നഷ്ടമായി. അമ്മ, സഹോദരി, അങ്ങനെ നിരവധി പേർ. ബാക്കി അദ്ദേഹം തന്നെ പറയും. ആരൊക്കെയാണ് നമുക്ക് ഈ ദുരന്തത്തിൽ നഷ്ടമായത്? അമ്മ, പെങ്ങൾ, അളിയന്, പെങ്ങളെ കുട്ടികൾ 3 ആൾ, പെങ്ങളെ മരുമകൾ, പിന്നെ എൻ്റെ മകളെ ഭർത്താവ്, പേരക്കുട്ടി, 10 ആൾ പോയത്. എന്നത് അറിഞ്ഞോ? പിന്നെ വൈകുന്നേരത്ത് ഉരുൾ പൊട്ടിയ സംഭവം ഉരുൾ പൊട്ടിക്കുന്ന അറിഞ്ഞു. പക്ഷേ സംഭവം ഇതിങ്ങനെ പോയിന്ന് തന്നെ വൈകുന്നേരം അറിഞ്ഞു. 2 മണിക്ക് ശേഷം സ്വിച്ച് ഓഫാണ്, കംപ്ലീറ്റ് സ്വിച്ച് ഓഫാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മകനെ മെഡ്രാസിൽ നിന്നാണ് എനിക്ക് വിളിച്ചത്. അങ്ങനെ സംഭവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മകനുണ്ട് ഇവിടെ ഉണ്ട്, വന്നിക്കണം പറഞ്ഞിങ്ങനെ സംഭവിച്ചിരിക്കണം. എത്രയും പെട്ടെന്ന് അങ്ങനെ പോന്നു. ആ വീടുണ്ട്, പാടിയില വന്നാണ് ഉരുൾ പൊട്ടെന്ന് പറഞ്ഞിട്ട് വീടും പോയിട്ടുണ്ടോ? ഇവിടെയൊക്കെ പോയി. ഇവരായിട്ട് അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിക്കാനൊക്കെ പറ്റി? ഫോണൊക്കെ വിളിച്ചിരുന്നോ? ഫോണൊക്കെ തിങ്കളാഴ്ച വൈകുന്നേരം എന്നോട് പെങ്ങളെ വിളിച്ച് സംസാരിച്ചു. അത്രേ ഉള്ളൂ. ഈ പ്രദേശത്ത് നേരത്തെ ഉരുൾ പൊട്ടിയായിരുന്നു അല്ലേ? നിങ്ങളെ വീട് നിൽക്കുന്ന ഭാഗത്ത് പുഞ്ചിരിമട്ട? നേരത്തെ പൊട്ടി, 3 വർഷം മുന്നേ പൊട്ടിയിരുന്ന. എന്നിട്ട് ഇപ്പോൾ ആരെയും കിട്ടിയോ? അന്നൊന്നും സംഭവിച്ചില്ല. ഇന്ന് ഇപ്പോൾ ആരെങ്കിലും കിട്ടിയോ? 7 ആളെ കിട്ടി, ഇനി 3 ആളെ കിട്ടാണ്ട്. അമ്മേനെ കിട്ടിയോ? അമ്മനൊക്കെ കിട്ടി. എത്ര വയസ്സുള്ള അമ്മ? അമ്മയ്ക്ക് 84 വയസ്സ്. 10 പേരാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത്. എല്ലാവരും വേണ്ടപ്പെട്ടവർ, അമ്മ, സഹോദരിയും മക്കൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ഈ കാത്തിരിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബം വണ്ടൂരിലാണ്, മലപ്പുറം വണ്ടൂരിലാണ് താമസം. അവിടേക്ക് തൊട്ടടുത്ത ദിവസമാണ് ഈ ഇത്തരത്തിൽ ദുരന്തത്തിൽ ഇവരെല്ലാം പെട്ടു എന്ന് അറിയുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് കാത്തിരിപ്പാണ്. ഇനിയും ഉറ്റവരിൽ പലരെയും കണ്ടുകിട്ടാനുമുണ്ട്.